ഇന്നത്തെ പത്രത്തില് വന്ന വാർത്തകളിലൊക്കെ ഇതൊക്കെയാണ് കണ്ടില്ലേ. ഇതിനകത്തൊക്കെ പഴമല്ല ആ മണമുള്ള സ്പിരിറ്റ് തന്നെ, പിന്നെ സ്പിരിറ്റ് കലക്കി വിൽക്കാനായിട്ടുള്ള വിൽക്കാനും ഇടത് സർക്കാരിന്റെ അനുമതി, ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യം. അങ്ങനെ അനുമതി ഉണ്ടെങ്കിൽ ഈ സാധനം വന്നേനല്ലോ. അപ്പൊ അങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് തെറ്റായ ചില ഫീഡ്ബാക്ക് കിട്ടിയിട്ടായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ളത് കൊണ്ടാണ്. ഇതിപ്പോ വാദി പ്രതിയായ സ്ഥിതിയിലാണ്. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു വിൽക്കാൻ പാടില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ അതിപ്പോ എടുത്തിട്ട് വാദി പ്രതിയായതുപോലെയാണ്. ഞങ്ങൾ പറഞ്ഞതാ ഇത് വരുന്നുണ്ട്, ഇത് അപകടമാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഇവരത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചേക്കുക എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. ഇതിന് ഉപോത്ബലവുമായി പല കാര്യങ്ങളും ഇതിനിടയ്ക്ക് സഭയിൽ ഉൾപ്പെടെ പറയാൻ ശ്രമിച്ചു. ഒരു കാര്യം, വലിയ പ്രമുഖമായ ഒരു പത്രം തന്നെയാണ്, 100 കോടി രൂപയുടെ ബാറിലെ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞ വർഷം അവസാനം. അത് കൃത്യമായി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഒന്നുകൂടെ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ നേരത്തെ കൺസ്യൂമർ ഫെഡ് വിൽക്കുന്ന മദ്യവും ബാറിൽ നിന്ന് വിൽക്കുന്ന മദ്യവും ഒറ്റ ഹെഡിലാണ് വരുന്നത്. കൺസ്യൂമർ ഫെഡിന് ഈ ബിവറേജ് പോലെ ഔട്ട്ലെറ്റ് ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കൺസ്യൂമർ ഫെഡിന്റെ അവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് വിൽക്കുന്ന മദ്യവും ബാറിന്റെ മദ്യവും ഒരൊറ്റ അക്കൗണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ കൺസ്യൂമർ ഫെഡ് പ്രത്യേക ഹെഡായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അത് മാറിയപ്പോഴാണ് ആ അക്കൗണ്ടിന്റെ കാര്യം വന്നത്. അപ്പൊ ഇത് ഒരു ദിവസം കൊടുത്തുക, ഇത് ഇങ്ങനെ മദ്യം കുറയുന്നു. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ എത്ര മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നു, വിദേശ മദ്യ ബാറുകൾ ഉണ്ടായിരുന്നു? 29 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര? 900 ആയില്ലേ അവസാനം? ഏകദേശം 900, 748 ബാറുകൾ ആ സമയത്ത് അടച്ചുപൂട്ടി. എന്തുകൊണ്ടാ? ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടി. എന്തുകൊണ്ടാണ്? ബാർ ലൈസൻസ് കൊടുത്തതിനെ പറ്റി വലിയ വിവാദം, ബാർക്കോഴ വിവാദം. അന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ അറിയാം, പുതിയ പത്രപ്രവർത്തകരും ഉണ്ടാവുമല്ലോ, ഈ കേൾക്കുന്നവരും നാട്ടിൽ പുതിയ ആളുകളാണ്. പക്ഷെ ബാർക്കോഴ വിവാദം, അതിന്റെ പേരിലുള്ള തർക്കം, വലിയ തോതിൽ UDF-നകത്തുണ്ടായ തർക്കത്തെ തുടർന്ന് ഇതെല്ലാം അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി. എന്നിട്ടോ ഈ സ്ഥലത്തിനെല്ലാം ബിയർ വൈൻ പാർലറായിട്ട് അനുവാദം കൊടുത്തു. ആ ഹോട്ടലുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ കോടതിയിൽ പോയി, കേസ് പോയി. തമ്മിൽ അന്ന് ഗവൺമെന്റിനെതിരെ ഉണ്ടായ കേസുകളും തർക്കങ്ങളും ബാർക്കോഴ വിവാദവും രണ്ടുമാണ് അതിന് അന്ന് നിരോധിക്കാൻ കാരണം. പിന്നീട് കോടതിയിൽ പോയി അതിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ആ ബാറുകൾ പ്രവർത്തനം തുടങ്ങിയതാണ് ഈ ബാറുകൾ വന്നേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ സമയത്തേക്ക് മാത്രം പറയുന്നത് ഒന്ന്, മനസ്സിൽ വേറൊന്ന്. അത് ആത്മകഥം പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പോലും പുറത്തു വരുവാണല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു കാര്യം, ഒരു സബ്മിഷൻ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം പോലെ പറയുന്നതൊന്നും മനസ്സിൽ വേറൊന്നും എന്ന നിലയിലേക്കല്ല. ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ബാറുകളും മദ്യശാലകളും കൂടുതൽ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രമിച്ചോ? ഇടതുവർഷം 748 ബാറുകൾ അന്ന് നിർത്തിപ്പോയത്. പിന്നെ നിർത്തിപ്പോയതിന്റെ കാരണം അന്നത്തെ ബാർ കോഴ വിവാദവും അഴിമതിയും പ്രശ്നങ്ങളും അതിന്റെ പേരിലുണ്ടായ UDF-ലെ തർക്കങ്ങളുമല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുക. ഇപ്പോഴത്തെ പ്രശ്നം ഈ പല കാര്യങ്ങളിലും ബഡ്ജറ്റിലും ധവളപത്രത്തിലും പറഞ്ഞ അമിതമായ ഈ സ്വകാര്യവൽക്കരണത്തിന്റെയും എങ്ങനെയും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പറയുമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങളും നമ്മുടെ നാടിന് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ധനകാര്യ ബില്ല് വരുമ്പോൾ ആ ധനകാര്യ ബില്ലിനകത്ത് ഈ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിന്നെ UDF ചർച്ച ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. അത് അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിട്ടാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. അത് നാളെയും അടുത്ത തിങ്കൾ ചൊവ്വ ബുധനായിട്ടാണ് സഭ നടക്കുന്നത്. അവിടേക്ക് വരുന്ന ബില്ലിന് ഇതുണ്ടെങ്കിൽ UDF ചർച്ച ചെയ്യും, കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യും, നയകാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് തെളിയാൻ പോവാണ്. ആ കാര്യം മുൻകൂട്ടി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. വീണ്ടും ഞങ്ങൾ അക്കാര്യം പറയുകയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു വിൽക്കാൻ പോകുന്നു എന്ന് കണ്ടുപിടിച്ച് ഇത് അപകടമാണെന്ന് ചൂണ്ടിക്കാണിച്ച ആളുകൾ പറഞ്ഞത് തെറ്റാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന UDF-ന്റെ ക്യാമ്പയിൻ നല്ല കാര്യമല്ല. ഇത് കയ്യോടെ പിടിച്ചപ്പോഴാണല്ലോ അവരിത് പറയുന്നത്. ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറയുന്നവരെ വിമർശിക്കാനും ഇതില്ലാത്ത കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ ധനകാര്യ ബില്ല് വരുന്നതിനകത്ത് ഈ പ്രൊവിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സഭയെ കൊടുത്ത വാഗ്ദാനവും വാക്കും പറഞ്ഞതിനെതിരാവും, UDF നേതാക്കന്മാരുടെ പറഞ്ഞതിനെതിരാവും, പൊതുവിൽ UDF ചർച്ച ചെയ്യും എന്ന് പറഞ്ഞതിനും എതിരാവും.